കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും ചർച്ചാകേന്ദ്രമായ പാലാ മണ്ഡലത്തെയും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ നയങ്ങളെയും മുൻനിർത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നടത്തിയ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിവരാവകാശം നിയമം മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം വരെ നീളുന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ദിശയെ സൂചിപ്പിക്കുന്നുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വിപ്ലവകരമായ നിയമമായിരുന്നു വിവരാവകാശ നിയമം. സാധാരണക്കാരന് ഭരണകൂടത്തിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ലഭിച്ച ഏറ്റവും ശക്തമായ ആയുധമായിരുന്നു ഇത്. എന്നാൽ നിലവിലെ കേന്ദ്ര സർക്കാർ ഇത്തരം നിയമങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജോസ് കെ മാണി ആരോപിക്കുന്നുമുണ്ട്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട മൗലികമായ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതിനെ അദ്ദേഹം ദയാവധം എന്ന വാക്കിനോടാണ് ഉപമിച്ചത്. അധികാര കേന്ദ്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടരുത് എന്ന താല്പര്യമാണ് ഇതിന് പിന്നിലെന്നും ജനാധിപത്യത്തിന്റെ അന്തസത്ത തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് ഗുണകരമല്ലെന്ന മുന്നറിയിപ്പും ഇതിലൂടെ അദ്ദേഹം നൽകുന്നുമുണ്ട്. നിയമസഭയുടെയോ പാർലമെന്റിന്റെയോ നാഥനായ സ്പീക്കറുടെ പദവിക്ക് ലഭിക്കേണ്ട ഗൗരവവും മാന്യതയും നഷ്ടപ്പെടുന്നുവെന്ന ഗൗരവകരമായ ആരോപണവും ജോസ് കെ മാണി ഉയർത്തുന്നുണ്ട്. സഭയിൽ എന്ത് ചർച്ച ചെയ്യണം, ഏത് വിഷയം പരിഗണിക്കണം എന്നതിലൊക്കെ സർക്കാരിന്റെ അനാവശ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ്. സ്പീക്കർ എന്നത് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട പദവിയാണെന്നും അവിടെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യച്യുതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഭരണ തുടർച്ചയും കേരളത്തിൽ നിലവിൽ നടക്കുന്നത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചാരണങ്ങളാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞത് LDF സർക്കാരിന്റെ വലിയ നേട്ടമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. കിറ്റുകളും പെൻഷനുകളും മുതൽ വൻകിട വികസന പദ്ധതികൾ വരെ ജനജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ വികസന തുടർച്ച ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുമുണ്ട്. സാംസ്കാരിക ലോകത്ത് നിന്ന് ഉയരുന്ന വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്നാണ് ജോസ് കെ മാണിയുടെ പക്ഷം. കവി സച്ചിദാനന്ദന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന മറുപടിയിലൂടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ മര്യാദ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. പാലാ എന്ന മാണി സാറിന്റെ തട്ടകം തിരിച്ചുപിടിക്കുക എന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമാണ്. ജോസ് കെ മാണി മത്സരിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ജോസിന്റെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ മറുപടി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന റോഷിയുടെ പ്രഖ്യാപനം അണികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റോഷിക്ക് ചോരത്തിളപ്പുള്ള നേതാവാണെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞേ എന്നേ ഉള്ളൂ എന്നും ജോസ് തമാശ രൂപേണ പറഞ്ഞു. എന്നാൽ മത്സരിക്കില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന അദ്ദേഹത്തിന്റെ മറുപടി പാലായിലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതായിരുന്നു. KM മാണിയെ തോൽപ്പിച്ച ചരിത്രമുള്ള മാണി സി കാപ്പനോട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് ജോസ് കെ മാണിക്ക് വലിയ രാഷ്ട്രീയ ആഘാതമായിരുന്നു. എന്നാൽ ഇത്തവണ KM മാണി തോൽപ്പിച്ച ചരിത്രമുള്ള മാണി സി കാപ്പനോട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് ജോസ് കെ മാണിക്ക് വലിയ രാഷ്ട്രീയ ആഘാതമായിരുന്നു. എന്നാൽ ഇത്തവണ കാപ്പനെ തോൽപ്പിച്ച് പാലാ തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. മണ്ഡലത്തിൽ കാര്യമായ വികസനമൊന്നും നടക്കുന്നില്ല എന്നാണ് ജോസ് കെ മാണിയുടെ പ്രധാന ആരോപണം. മാണി സി കാപ്പന്റെ ഓരോ പ്രവർത്തനങ്ങളെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും ചെയ്തു. വികസന പദ്ധതികൾ ഓരോന്നായി എണ്ണി ചോദിച്ചുകൊണ്ട് കാപ്പനെ പ്രതിരോധത്തിലാക്കാനാണ് ജോസിന്റെ നീക്കം. രാഷ്ട്രീയമായി കാപ്പനെ നേരിടുക എന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ ലക്ഷ്യമാണ്. KM മാണിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാലാക്കാരെ വീണ്ടും കൂടെ നിർത്താൻ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ എതിർത്തും കേരളത്തിലെ വികസന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിയും ജോസ് കെ മാണി തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. പാലാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കും ഏകദേശം വിരാമമായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ പാലായിൽ വികസനവും രാഷ്ട്രീയവും ഒരേപോലെ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള പോരാട്ടം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായി മാറും.